മാതൃഭൂമി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രത്തിൻ്റെ യുദ്ധം പ്രഖ്യാപിക്കും. മാതൃഭൂമി മാത്രമല്ല മറ്റ് മാധ്യമങ്ങൾക്കും അത് അതൃപ്തി ഉണ്ടാക്കുന്നൊരു ആശങ്ക ഉണ്ടായില്ല. ഞാൻ അവരെയൊന്നും കണ്ടിട്ടല്ലല്ലോ ജീവിക്കുന്നത്. എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട്. അത് അഹങ്കാരമായിട്ട് തോന്നുന്നതാണ്. ഞാൻ പറയുന്നത് ഇറ്റ്സ് മൈ ഇൻഡിവിജ്വാലിറ്റി, മൈ പേഴ്സണാലിറ്റി. ഞാൻ ഇങ്ങനെയാണ്. ഈ മാധ്യമം എന്ത് പറയുന്നോ ഇതൊന്നും വിചാരിച്ചിട്ടാണെങ്കിൽ എനിക്ക് എൻ്റെ തൊഴിലെടുക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഇവർക്കെതിരെ ഒക്കെ കോഴിക്കോട് ഇരിക്കുമ്പോഴോ വയനാട് ഇരിക്കുമ്പോഴോ ഒക്കെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അന്വേഷണങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്തിന്? ഇപ്പോഴും പല കാര്യങ്ങളും എനിക്കറിയാം. ഇപ്പം നമ്മൾ ചില പോസ്റ്റുകൾ വരുമ്പോൾ ചിലപ്പോൾ നടപടി എടുക്കേണ്ടിയും വരും. മാതൃഭൂമി ഫോർ എക്സാമ്പിൾ GST എത്രമാത്രം വെട്ടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഉദാഹരണത്തിന് ഇപ്പം ഈ ഫെസ്റ്റിവൽ നടത്തുന്നു. അതിൻ്റെ ബില്ലിംഗ് എങ്ങനെയാണെന്ന് അറിയാം. അന്വേഷിച്ചിട്ടുണ്ടോ? ശരിക്കും വളരെ രസകരമാണ്. ഇത് പത്രങ്ങൾക്ക് കൊടുക്കുന്ന GST ചാർജ് ഇസ് 5. ഇവിടെ 18 ആണ് ശരിക്കും വേണ്ടത്. പക്ഷെ ബില്ല് ചെയ്യുന്നത് അപ്പുറത്താണ്. പത്രമല്ല, ഇതൊരു ഈവന്റ് ആണ്. അപ്പൊ ഈവന്റിന്റെ ഇതല്ല. അപ്പൊ അവിടെ എന്നിട്ട് ഒരു സ്റ്റോള് വരെ ഇട്ടിട്ട് ആരാ ഇരിക്കുന്നതെന്നറിയോ? GSTയുടെ ഉദ്യോഗസ്ഥർ. അപ്പൊ അവരുൾപ്പെടെ എല്ലാവരും പെടുന്ന കേസാണ്. ഇത് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് നടത്തുന്നത്. ഇപ്പൊ ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ മാധ്യമമാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ബിക്കോസ് നിങ്ങളൊരു ഒരു പൊളിറ്റീഷ്യനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്തു പോവാം. ബാക്കി ആരും സംസാരിക്കാൻ പാടില്ല, കാരണം മാധ്യമത്തിന്റെ ഒരു ശക്തിയുണ്ട്, നമ്മൾ ഇല്ലാതാക്കി കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റും.